ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാമ്പഴമൊക്കെ ആവശ്യത്തിന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി വെച്ച് നോക്കുക, എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 മാമ്പഴം, നല്ല മധുരമുള്ള മാമ്പഴമാണ്, തോടൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നീട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഇനി ശർക്കര പാനി വേണവർക്ക് അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചാര വേണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പനങ്കൽക്കണ്ടാണ് ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ മധുരം മാക്സിമം പഞ്ചസാര ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ, അപ്പം പനങ്കൽക്കണ്ട് ഉരുക്കി വെച്ചേക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനെ ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട്. എന്നിട്ട് കറി വേവാൻ ആവശ്യത്തിനുള്ള, മാങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ വേവിക്കാനായിട്ട് വയ്ക്കുക. അടച്ചു വെച്ച് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് നല്ല ജീരകവും 2 പച്ചമുളകും കൂടി ചേർത്ത് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ചിലർ ഇതിലോട്ട് ജീരകം ചേർക്കാറില്ല, പക്ഷെ ഞങ്ങളിവിടെ പുളിശ്ശേരിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ജീരകം ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒഴിവാക്കുന്നില്ല. അപ്പോൾ അത് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് ഇത് നല്ല മഷി പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരച്ച് വച്ചേക്കുന്ന ആ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കാരണം എനിക്ക് ഈ ഒത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ എപ്പോഴും ഒരു കുഴമ്പ് പരുവം, കുറച്ചും കൂടെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഒത്തിരി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് വയ്ക്കുന്നത്, നിങ്ങളുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് തൈരാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ മധുരവും എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒത്തിരി പുളിയുള്ള തൈര് എടുക്കരുത്. ഞാൻ ഇന്നലെ രാത്രി ഓവർനൈറ്റ് വെച്ച് പുളിച്ചെടുത്താണ്. അപ്പോൾ ഒത്തിരി പുളിയൊന്നുമില്ല. ആ ഒരു തൈരും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കറി മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ഈ പുളിശ്ശേരി ഇങ്ങനെയുള്ള അരപ്പുകൾ ചേർക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത്. ഈ ഒരു പരുവാകുമ്പോൾ 4 സൈഡും ഒന്ന് പതഞ്ഞ് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ കറി ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കറി ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു. എണ്ണ തിളച്ച് വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിലോട്ട് കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു കേട്ടോ, തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഈ കൊച്ചുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാൻ എപ്പോഴും വീട്ടിൽ പുളിശ്ശേരിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് കടുക് വറുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചേർക്കാറുണ്ട്. അപ്പോഴാണ് ആ കറിയുടെ ഒരു കറക്റ്റ് കളറും ഇതൊക്കെ എനിക്ക് തോന്നാറുണ്ട്. നല്ലൊരു കളറ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കടുക് താളിച്ച് കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിൽ അമ്മമാരൊക്കെ ചെയ്യുന്ന സ്ഥിരം ഒരു കാര്യമുണ്ടല്ലോ, എന്താണ്, നമ്മൾ കടുക് വറുത്ത പാത്രത്തിലോട്ട് ഈ കറിയിൽ നിന്ന് കുറച്ച് കോരി അതിനകത്തോട്ട് ഒഴിച്ച്, എന്നാലേ നമുക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാവാറുള്ളല്ലേ. അതിനകത്തുള്ള വെളിച്ചെണ്ണയും ഒന്നും കളയാതെ അതിനകത്തോട്ട് ഒഴിച്ച് കഴിയുമ്പോഴാണല്ലോ നമ്മളെ അമ്മമാർക്കൊക്കെ ഒരു സമാധാനം വരുന്നത്. അപ്പം ഞാനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അവസാനമായിട്ട് ഈ ഒരു കാര്യം മറന്നു പോവാതെ ചേർക്കണേ, നെയ്യ്. അപ്പം 1 സ്പൂണോ 1.5 സ്പൂൺ ആവശ്യത്തിന് നെയ്യും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറ് തിന്നാൻ, വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ റിസൾട്ട് അറിയിക്കുക.